എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതോട് യോജിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും പറയും എന്താണ് ഡിവോഴ്സിന്റെ റീസൺ? കല്യാണമാണ്. കല്യാണം എന്നുള്ളത് ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ഇപ്പൊ ആരാണ് ജോസഫ് അന്നംകുട്ടി അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മള് വില്ലിംഗ്ലി ഒരു കിണറ്റിലേക്ക് എടുത്ത് ചാടുന്നതാണ് ലവ് മാരേജ്. ആൾക്കാരെ തള്ളിയിട്ടിട്ട് അല്ലല്ല പാമ്പ് അടിക്കണത് അങ്ങനെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എല്ലാവരും കൂടെ സമ്മതിച്ചിട്ടാണ് ചാടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തള്ളി വിടുന്നതാണെന്ന് പറഞ്ഞാൽ അത് അറേഞ്ച്ഡ് മാരേജ്. അപ്പൊ ഈതർ വേ നമ്മൾ കിണറ്റിൽ ചാടണം. പിന്നെ മാരേജും ലവും നമ്മൾ പ്രണയത്തിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇത് രണ്ടും എക്സ്ട്രീംലി ഓപ്പോസിറ്റിലുള്ള രണ്ട് സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ്. ചിലവർക്ക് കോ എക്സിസ്റ്റ് ചെയ്യാം, ഒരു നിർബന്ധമില്ല. ആൻഡ് മാരേജ് കഴിഞ്ഞിട്ടും നല്ല അസലായിട്ട് പ്രേമിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ അല്ലാതെയും പ്രേമിക്കുന്നവര്, ചിലപ്പോ ഭാര്യ ആയിരിക്കില്ല വേറെ ആൾക്കാരെ പ്രേമിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. നേരത്തെ എന്തിലേക്ക് പറഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എത്ര വലിയ റീസൺ വന്നാലും പിരിഞ്ഞു പോകാൻ താല്പര്യമില്ല. കാരണം ആ പ്രണയവും ആ റെസ്പെക്റ്റും തമ്മിലുണ്ട്. അത് ആ പ്രായം ചെല്ലുന്തോറും അത് ഉണ്ടാവും. ഇപ്പോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവൻ എങ്ങനെ നമുക്ക് ഊരി വിടാം, ഒരു സ്റ്റാൻഡ് ബൈ ഉണ്ടോ എന്ന് നോക്കുന്ന എന്നാണ് പറയുന്നത്. ഇവൻ എന്നാണ്, അവൾ എന്ന് പറയുന്നില്ല. അങ്ങനെ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട്. രണ്ടും മെയിൽ ആൻഡ് ഫീമെയിൽ. ഞാൻ ആണായത് കൊണ്ട് ഞാൻ ഫീമെയിൽ എന്ന് പറഞ്ഞു.